ഹലോ ഫ്രണ്ട്സ്, പെറ്റ്സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ തംബ്നെയിലിൽ കണ്ടിട്ടില്ലേ മങ്കി ഓടിപ്പോയത്, അത് നമ്മൾ കാണിക്കും. അതേപോലെ തന്നെ നമ്മളിവിടെ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ രാത്രി നമ്മൾ വാക്സിനേഷൻ അടിക്കുന്നത് പ്രാവിനൊക്കെ PMVയുടെ പാരാമോക്സി വൈറസിൻ്റെ വാക്സിൻ അടിക്കാനാണ് പോകുന്നത്. ഇത് നമ്മളെല്ലാ വർഷവും ചെയ്യുന്നതാണ് കേട്ടോ. പക്ഷേ നമ്മൾ വീഡിയോയിൽ പണ്ടെപ്പോഴോ ഒരിക്കൽ കാണിച്ചെന്ന് തോന്നുന്നു അല്ലേ. ഈ ഇവിടെയുള്ള ബേഡ്സിനെയും ബാക്കിലുള്ള കുറച്ച് ബേഡ്സിനെയും കൂടി അടിക്കാനുണ്ട്. ഏകദേശം നമുക്കിപ്പോൾ ഒരു 3 ബോട്ടിൽ മതിയാവും. മുന്നേ എന്ന് പറയുന്നത് നമ്മൾ എത്ര ബോട്ടിൽ അടിക്കൽ 16-17 ബോട്ടിലടിക്കും. ഓക്കെ, 1700-2000 പ്രാവൊക്കെ ഉണ്ടായില്ല, 1700 17 ബോട്ടിലൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട് ഒറ്റ അടിയിൽ. അപ്പോൾ അന്നേരം നമ്മൾ 4-5 സെക്ഷനായിട്ടാണ് നിൽക്കുക. അല്ലാതെ നമ്മൾ പ്രിഷിൽ അന്നും ഇന്നും ഉണ്ട് കേട്ടോ. നമ്മൾ UPCൻ്റെ ഡയറക്ടറിൽ പെട്ട ഒരാളാണ്, യുണൈറ്റഡ് പീജിയൻ ക്ലബിൻ്റെ. അപ്പോൾ വൂർബർഗ് ഷീൽഡ് ക്രോപ്പറിൻ്റെ കുറേ കാലമായിട്ട് പ്രിഷിൽ നിന്ന് ചാമ്പ്യൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടിൽ അടുത്ത ആളാണ് കേട്ടോ. അതുപോലെ നമ്മൾ ഷെയർ, അരി, പിന്നെ മിസർ നമ്മുടെ ടീമെല്ലാം ഉണ്ട് കേട്ടോ, എല്ലാവരും ഉണ്ട്. അപ്പോൾ വാക്സിൻ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ എനിക്ക് വെച്ചോന്നുണ്ട്, അത് ഞാൻ പഠിക്കുന്നത് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് പുതിയ ബോട്ടിലേക്ക് നോക്കാം. ഇതിപ്പോൾ 0.02 ml ഒരു ബേർഡിന് വേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് എടുക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് 100 ബേർഡിനേക്ക് തന്നെ എത്തും കേട്ടോ. ഓക്കെ, ഇതെല്ലാം ഇപ്പോൾ അടിച്ച് കഴിഞ്ഞാൽ എന്താ നമ്മൾ പിടിക്കുമ്പോഴും ഇതാക്കുമ്പോഴൊക്കെ കുറേ രോമവും കാര്യങ്ങളൊക്കെ പൊഴിയും. അപ്പോൾ ഓരോ ബേർഡിനെയും പിടിച്ചിട്ട് ചെയ്യുന്നത്, അതാണ് ഈ അഴുക്കായിട്ട് കാണുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്യണം കേട്ടോ. പിന്നെ വാക്സിൻ ചെയ്ത ഒരു 2 ദിവസം പ്രാവിനൊരു ചെറിയ ക്ഷീണം ഉണ്ടാവും, അത് നോർമലായിട്ട് ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം വാക്സിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അല്ല, നാളെ ആകുമ്പോൾ ചെറിയൊരു ക്ഷീണം ഉണ്ടാവും. പിന്നെ നോക്കിയാവും. അതുപോലെ നമ്മൾ വാക്സിൻ ചെയ്യുന്നതിന് ഒരാഴ്ച മുന്നേ കംപ്ലീറ്റ് ഡീവോമിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് സെക്കൻഡ് ഡോസ് ഡീവോമിങ്ങും കൂടി ചെയ്തതിന് ശേഷമാണ് നമ്മൾ വാക്സിൻ ചെയ്യുന്നത് കേട്ടോ. അത് നമ്മുടെ ഒരു പൗഡറാണ്, ആദ്യം മുതൽ തന്നെ കാണിച്ചു തരാം. ഈ പൗഡറിൻ്റെ നമ്മൾ എങ്ങനെ വാക്സിൻ ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം. വാക്സിൻ ഇപ്പോൾ ഓൾറെഡി എടുത്ത് നമ്മളിങ്ങനെ സ്കിന്ന് കാണുന്ന രീതി പിടിച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് എന്നിട്ട് 0.02 ml ആണ് കേട്ടോ. ഇതിങ്ങനെ വെക്ക് അടിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ്. ഇത്രയും പണിയുള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. അങ്ങനെ എല്ലാ ബേർഡിനും നമ്മൾ അടിച്ച് കൊണ്ടുവരും കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ബോട്ടിൽ നമ്മളിതാ ഫുള്ളാക്കി വെച്ച് ഇതെല്ലാം ഒരാൾ നമ്മൾ ചെയ്യും കേട്ടോ. ഓരോന്ന് ചെയ്യുന്നത് അതിനനുസരിച്ച് ചെയ്ത് വെക്കും. എന്നിട്ട് ഇതാ നമ്മളെ ഇതിപ്പോൾ നമ്മൾ ഇൻസുലിൻ സിറിഞ്ചാണ്. ശരിക്കും നമ്മൾ നോർമലി 1 ml സിറിഞ്ച് തന്നെ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഇതിൻ്റെ നമ്മൾ 1 ml കണക്കാക്കിയിട്ടാണ് അടിക്കുന്നത് കേട്ടോ. ഇത് 1 ml സിറിഞ്ചാണ്, അതിന് മുമ്പ് അടിച്ചതാണ് ഇൻസുലിൻ സിറിഞ്ച്. അളവ് ഇതേപോലെ വെച്ച് ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് അടിക്കാം. ഓക്കെ, എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇതായി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഇതാണ് നമ്മുടെ വാക്സിനേഷൻ പരിപാടി. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും അടിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ അത് നമ്മൾ രാത്രി അടിക്കാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചറിൻ്റെ പ്രശ്നം ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പകലടിക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത് നോർമലി നമ്മൾ ഫ്രിഡ്ജിലല്ലേ വെക്കുക, ടെമ്പറേച്ചർ കീപ്പ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ അത് ഇല്ലാതെ നമ്മൾ പുറത്ത് വെച്ച് നമ്മൾ ആ ടെമ്പറേച്ചറുള്ള സാധനം നമ്മൾ ബേഡ്സിൻ്റെ ദേഹത്തേക്ക് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ പണ്ട് നമുക്ക് പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളിപ്പോൾ രാത്രി മാത്രമാണ് വാക്സിൻ ചെയ്യാറുള്ളത് കേട്ടോ. ഓക്കെ, ഇതൊരു കുറേ ആക്കെല്ലാം പുതിയ അനുഭവമായിരിക്കും അല്ലേ. ഓക്കെ, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഈ ഏത് അസുഖം പാരാമോക്സി വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായിനാ, ഈ തലകറങ്ങുന്നൊരു അസുഖം ഉണ്ടാവില്ല പ്രാവിന്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മൾ വരുന്നതിന് മുന്നേ എല്ലാ വർഷവും കറക്റ്റ് ആ സമയമാകുമ്പോൾ വാക്സിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വരേ ഇല്ല കേട്ടോ. പണ്ട് കാലത്ത് നമ്മൾ പ്രാവ് വളർത്തുന്നവർ ഏറ്റവും കൂടുതൽ നേരിടുന്നൊരു പ്രശ്നമാണ് ഈ PMV എന്ന് പറയുന്ന അസുഖം. തല കറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അത് ആ ഒരു പനി വന്നതിന് ശേഷം വരുന്ന ആ സിംറ്റം എന്ന് പറഞ്ഞാൽ എല്ലാ ബേർഡും ഇപ്പോൾ ഈ PMV വന്നു കഴിഞ്ഞാലല്ലേ ഒരു 100 ബേർഡിനെ വരുന്നുണ്ടെങ്കിൽ ഒരു 50 ബേർഡും ചത്തുപോകും. ബാക്കിയുള്ള സർവൈവ് ചെയ്യുന്ന ബാക്കിയുള്ള ബേർഡ്സ്, മെയിൽ ബേർഡിനെ കൊണ്ട് പിന്നെ ഒരു ഗുണം ഉണ്ടാവില്ല. ഫീമെയിൽസിനെ പിന്നെയും നമ്മളത് വന്ന് ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ബ്രീഡ് ചെയ്യിക്കാനൊക്കെ പറ്റും. പക്ഷേ മെയിലിനെ കൊണ്ട് യാതൊരു ഗുണവും പിന്നെ ഉണ്ടാവാറില്ല കേട്ടോ. ഓക്കെ, ഇതാണ് പ്രാവിൻ്റെ ഒരു ഹിസ്റ്ററി. പ്രാവിനെ വളർത്തുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയുണ്ടാവും, എന്നാലും വളർത്താത്തവർക്ക് ഇതിൻ്റെ ഒരു കാര്യങ്ങളെക്കുറിച്ചിട്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും വാക്സിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്രത്യേകിച്ചിട്ടും നമ്മൾ പുറത്തുനിന്നെല്ലാം പ്രാവിനെ വാങ്ങിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അയച്ചു വിട്ട് വളർത്തുന്ന വേറെ പ്രാവുമായിട്ട് സംസർഗം ഉണ്ടാകാൻ ചാൻസ് ഉള്ള പ്രാവുകളാണെങ്കിലൊക്കെ വർഷം അടിച്ചോ. നിങ്ങൾക്ക് എപ്പോൾ ഇതിനിപ്പോൾ 2000 രൂപയെന്ന് ഇത് നമ്മൾ ചിലവാക്കേണ്ട, ഒരു വാക്സിന് 2000-2500 രൂപയെന്ന് ചിലവ് വരുന്നത്. പക്ഷേ നമുക്ക് ഒരു ബേർഡ് ചത്തുപോയാൽ തന്നെ അത് ആ പൈസ കൊണ്ട് ഇതാവും. പിന്നെ അത് മാത്രമല്ല, ഇത് വന്ന ഒരു തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് വളർത്തുന്നവർക്കൊക്കെ അറിയുണ്ടാവും.
അപ്പോൾ അതിനൊരു പ്രിക്വേഷൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന ആൾ തന്നെ ആയിരിക്കും, പക്ഷേ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, പുതുതായിട്ട് വളർത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് കമ്പൾസറി ആയിട്ട് ചെയ്യണം. അതുപോലെ ചെയ്യുന്ന നമ്മുടെ ഇപ്പോൾ ചെയ്യാത്തവർ അറിയാത്ത ആളുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ചെയ്തവരല്ലാണ്ട് ഇപ്പോൾ കുറേ ഉണ്ടെങ്കിൽ ഡോക്ടറിൽ വിളിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല. അങ്ങനെ എങ്കിലും സ്വന്തമായിട്ട് ഇപ്പോൾ ക്ലബ്ബിലെല്ലാം ഉള്ള ആൾക്കാർ, ഇപ്പോൾ UPSൻ്റെതും അതുപോലെ ക്ലബ്ബ് കുറേ നാട്ടിൽ കുറേ ക്ലബ്ബുണ്ട്. ക്ലബ്ബിലുള്ള ആൾക്കാരൊക്കെ ഒട്ടുമിക്ക ഇതിനെക്കുറിച്ച് നല്ല നോളജുള്ള ആൾക്കാരാണ്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ നോക്കിയിട്ട് ചെയ്തു തരും കേട്ടോ. എല്ലാവരും പ്രാവിനെ വളർത്തുന്നവർക്ക് പൊതുവേ ഒരു സ്നേഹം ഉണ്ടാവുമെന്ന് പറയുന്നത്. അവരെല്ലാവരും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് വാക്സിൻ കംപ്ലീറ്റ് ചെയ്യാം. വർത്താനം കൂടി പോയി അല്ലേ? ഓക്കെ, ഞാൻ കറക്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടിക്കുന്നു കേട്ടോ. ഓക്കെ, സെറ്റ്. അപ്പോൾ നമുക്ക് ബാക്കി കാണണ്ടേ, നമ്മുടെ മങ്കി ഓടിയതൊക്കെ കാണണ്ടേ? അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ വാക്സിൻ്റെ ഡീറ്റെയിലും കൂടി ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ വാക്സിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ. അതുപോലെ കുറേ കോളും വന്നിട്ടുണ്ടായിരുന്നു പെറ്റ് സ്റ്റേഷനിലേക്ക്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കൂടി ഞാൻ പറഞ്ഞുതരാം. അടിക്കാത്തവർ, പിന്നെ എന്താ പറയുക, വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ, ഇത് സംഭവം നാട്ടിൽ നിന്ന് കിട്ടൂല കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന UAE നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. UAE ഇപ്പോൾ നമ്മുടെ വർഷാനിൽ അതുപോലെ എല്ലാ പെറ്റ് ഷോപ്പുകളിലും വാക്സിൻ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹിപ്രാവിയർ AP എന്ന് പറയുന്ന ഒരു വാക്സിനാണ് കേട്ടോ. ഇത് സ്പെല്ലിങ് നോക്കിയോ, ഹിപ്രാവിയർ AP 100 ബേർഡിന് അടിക്കാൻ പറ്റിയ വാക്സിനാണ്. നമ്മൾ മുന്നേ അടിച്ചത് ചെവീറ്റ എന്ന് പറഞ്ഞ കമ്പനിയുടെ, ഒരു ബെൽജിയം കമ്പനി കേട്ടോ. ചെവിറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ ചെവിവാക് P200 എന്ന് പറയുന്ന ഒരു വാക്സിനാണ് നമ്മൾ ഇതിന് മുന്നേ ഒക്കെ അടിച്ചത്. ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ അത് അടിച്ചുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം നമുക്കത് കിട്ടിയില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ ഹിപ്രാവാക് എടുത്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നമ്മളെ പിന്നെ നാട്ടിൽ ഇത് സപ്ലൈ ചെയ്യുന്ന കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ടാവും കേട്ടോ. നിങ്ങൾ പ്രാവുമായിട്ട് ബന്ധപ്പെടുന്ന ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. പക്ഷേ ഏറ്റവും നല്ലത് പുറത്തുനിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, നാട്ടിൽ വാക്സിൻ എന്തായാലും ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് നാട്ടിൽ വാക്സിൻ കിട്ടില്ല. അതുപോലെ ഇതിന് വാക്സിൻ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഇത് വന്നിട്ട് നമുക്ക് ചികിത്സിച്ച് ശരിയാക്കൽ എന്ന് പറയുന്നത് വളരെ വളരെ റയർ ചാൻസാണ്. ഓക്കെ, ഈ അസുഖത്തിനെക്കുറിച്ച് അറിയുന്ന ആൾക്കറിയാം. അതേപോലെ തന്നെ പിന്നെ ഡോസും കാര്യങ്ങളെല്ലാം അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ വാക്സിൻ ചെയ്യുന്നതിന് മുന്നേ ഒരാഴ്ച മുന്നെങ്കിലും ഡീവോമിംഗ് ഒക്കെ ചെയ്ത് ബേർഡ് ഫുള്ള് ഹെൽത്തി ആയതിനു ശേഷം മാത്രമേ നമ്മൾ വാക്സിൻ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ ടിക്സോ മൈറ്റ്സോ ഒന്നും ദേഹത്ത് ഉണ്ടാകാൻ വേണ്ടി പാടില്ല കേട്ടോ. അതെല്ലാം റിമൂവ് ചെയ്ത് ബേർഡ് ഫുള്ളി ഹെൽത്തി ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ വാക്സിൻ കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ. ഓക്കെ, എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ പിന്നെ ബാക്കി വീഡിയോസിലേക്ക് കിടക്കാം. ഓക്കെ, ഇതുണ്ടോ നമ്മുടെ മർമോ സെറ്റ് ഒരാൾ പുറത്ത് ചാടിപ്പോയിട്ടാ, ഇവിടുന്ന് ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പിടിക്കണം. മൗഗ്ലിയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും പിടിക്കാൻ പറ്റും. ഇവരൊന്നും നമ്മൾ കയ്യിൽ പിടിക്കുന്നില്ലല്ലോ, നോർമലി കയ്യിൽ വരുന്നതല്ലേ. അപ്പോൾ നമ്മളൊരു ട്രീറ്റെല്ലാം കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പോൾ വരുമോ നമുക്ക് നോക്കാമല്ലോ. ആളെ കണ്ടാ ഇവിടുന്ന് ഇങ്ങനെ ഓടിക്കാടി. ഡാ ഡാ അതെ, മേലുണ്ട് മേലെ. ബാ, അപ്പോൾ ട്രീറ്റ് കാണിച്ചിട്ടൊന്ന് മയക്കി നോക്കട്ടെ. ഡാ ബാ ബാ ബാ, ഇതാ ബാ, ആ ബാ ബാ. പുറത്തിറങ്ങിയോണ്ട് ചെറിയൊരു പേടിയുണ്ടേ, വരുന്നില്ല. ബാ 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 ബാടാ. ബാ ബാ ബാടാ. ബാ ബാ മുട്ടാ. ബാ ബാ ബാ, കയറുമുത്തേ, പേടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ എടുത്ത് കൊണ്ടുപോയി തന്നെയാ. ബാ, ആ ബാ ബാടാ. ഇതാ
ഇതുവരെ മുഖത്ത് വന്നിട്ട് കടിക്കും, അതാ പ്രശ്നം. കയറിടാ, എൻ്റെ മുഖത്തേക്ക് നോക്കണ്ടിനാ കടിക്കാൻ വേണ്ടിയിട്ട്. ബാ ബാ. ആ ആ ആ ആ ലാസ്റ്റ് പിടിച്ച് കടിക്കുന്നുണ്ടോ? കടിക്കലടാ. ആ ആ ആ തുറക്കടാ. ആ ആ ആ ആ ആ കയറിക്കാം. ആ എൻ്റെ പൊന്നോ. ആ എല്ലാവരും കഴിച്ചോ. രാവിലെ ആയതുകൊണ്ട് നമ്മൾ കയറി. ഓക്കെ ഒന്ന് ബേജാറായല്ലേ? നല്ല കടി അടിക്കട്ടെ. ഇവർ പുറത്തുനിന്ന് നമ്മളങ്ങനെ ഡയറക്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ കടിക്കല്ലോ, അതിലും പിന്നീട് ഒരു ഭാഗമാണ്. ഓക്കെ, എന്തായാലും നമ്മൾ കിട്ടിയിട്ടുണ്ട്. എന്തായാലും പോയാലും ഈ ചുറ്റുവട്ടത്ത് തന്നെ എല്ലാവരും കളിക്കാറുണ്ട്. ഇടയ്ക്ക് ഇതേപോലെ മിസ്സാവാറുണ്ട്. എന്നാലും ഇവിടെ തന്നെ ഉണ്ടാവും, എവിടെയും പുറത്തൊന്നും പോവില്ല. പക്ഷെ എന്നാലും ചിലപ്പോൾ ഈ പരുന്തോ അങ്ങനെ എന്തെങ്കിലും ജീവി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയാവും. അതുകൊണ്ടാണ് നമ്മൾ അത് പെട്ടെന്ന് തന്നെ പിടിച്ച് കൂട്ടിലാക്കാൻ നോക്കുന്നത് കേട്ടോ. ഇപ്പോൾ ചെറുതല്ലേ, അണ്ണാന് അതുപോലെ പിന്നെ കുരങ്ങിനൊക്കെ പരുന്ത് എടുത്തുകൊണ്ട് പോകാനും, അതുപോലെ നമ്മുടെ പൂച്ചനെ കൊണ്ട് ഭയങ്കര ശല്യമായിട്ട് ഉള്ളതേ. നമ്മളെ വൈറ്റ് പൂച്ചയില്ലേ, വൈറ്റ് പൂച്ച എന്ന് പറയുന്നത് നമ്മൾ പ്രാവിനെല്ലാം അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നതുകൊണ്ട് മര്യാദയ്ക്ക് വിടാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഈടില്ല വൈറ്റ് പൂച്ചനെല്ലാം ആരെങ്കിലും ഉണ്ടെങ്കിൽ തരാം കേട്ടോ. എന്നാൽ നല്ല പെറ്റ് ചെയ്യാനെല്ലാം നല്ല തന്നെ, പക്ഷേ ഇവർക്ക് ഈ അക്രമ സ്വഭാവമുണ്ട്. നമ്മൾ വലുതിനല്ലേ കൊണ്ടുവന്നത്, അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ട് കേട്ടോ. വേറെ ജീവികളൊന്നും ഇല്ലാത്ത, ഇപ്പോൾ സാധാരണ പൂച്ചൻ്റെ സ്വഭാവമാണ്. പക്ഷെ നമ്മളൊരു രസത്തിന് വേണ്ടി ഇത് കൂടെ കൂട്ടിയത് നമുക്ക് വലിയ തലവേദനയായി. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ വളർത്തുന്നവരുണ്ടെങ്കിൽ നല്ല സ്നേഹം തന്നെ. പിന്നെ അത് പൂച്ചൻ്റെ ഒരു സ്വഭാവം ആയതുകൊണ്ട് നമുക്ക് ഇവനെങ്കിൽ ഈ കൂട്ടിലിട്ട് വളർത്താത്തത് കൊണ്ട് കൂട്ടിൽ തന്നെ ഇട്ട് വളർത്താനും പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ കൊയ്പ്പൂവിൻ്റെ വെള്ളം ക്ലീൻ ചെയ്ത ഉടനെ ഉള്ള സീനാണ്. നല്ല മുങ്ങി കുളിക്കുന്നതാണ് നമ്മുടെ കൊയ്പ്പൂവിൻ്റെ ബേബിയാണ്. അത് നേരത്തെ കുളിക്കുന്നുണ്ടോണ്ട് ഞാൻ വീഡിയോ എടുത്തത്. ഇനിയിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് കുളിക്കുമെന്ന് അറിയില്ല, എന്താ ചെയ്യുക. എന്താ സുഖ ജീവിതല്ലേ. എടാ കുളിക്കടാ. അയ്യോ പറ്റിച്ചു. പിന്നെ ബാക്കിയുള്ള ടീമെല്ലാം നടന്ന് തീറ്റയോട് തീറ്റ. പിന്നെ 1-2 അതിൻ്റെ അകത്തുണ്ട്. ക്ലീൻ ചെയ്ത് വിടുന്ന നല്ല കുളി പാസ്സാക്കും. ക്ലീൻ ചെയ്യുന്നുണ്ടാ? കുറച്ച് സോപ്പും കൂടി കൊടുത്തെങ്കിൽ സെറ്റ് തന്നല്ലേ. അടിപൊളി. കയറി വന്ന് ഇവിടെ ഇരുന്നിട്ട് സൈഡിൽ ഇരുന്നിട്ട് തല തുറക്കണ്ട. അയ്യവ ഏതാ സെറ്റപ്പ്. പുള്ളിയല്ലേ ഒരാൾ എണീറ്റൊന്ന് നോക്കുന്ന ഭയങ്കര രസമാണ്. അധികം ആൾക്കാരുണ്ടല്ലോ വിസിറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ കൊയ്പ്പൂൻ്റെ പിന്നെ ഈ കേജിൻ്റെ മുന്നിൽ കുറേ സമയം നിൽക്കുന്നതാണ്. നല്ല രസമാണ്. അധികം എന്തെല്ലോ ആക്ടിവിറ്റീസ് ഇങ്ങനെ കാണാം. അതുപോലെ മിണ്ടാണ്ടിരിക്കുന്നില്ലല്ലോ, ഉറക്കൊക്കെ ഭയങ്കര കുറവാണ്. നല്ലോണം ആക്റ്റീവായിട്ട് അധിക സമയത്ത് ഉണ്ടാവാം. ഓക്കെ, എന്തായാലും നമുക്ക് മറ്റേ വെള്ളത്തിൽ ശരിക്കും കുളിക്കുന്നതല്ല, വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി താഴത്തൂടെ പോവേ. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നത്. അതിന് മുന്നേ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ കുറേ സമയം ഈ കളി തന്നെ ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്ന സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്ത്, എനിക്ക് ഭാഗ്യമില്ല. വെള്ളത്തിൽ മുങ്ങി ഇങ്ങനെ പോട്ടാ, ഫുള്ള ഇങ്ങനെ കുറേ റൗണ്ടൊക്കെ അടിക്കും. എന്തായാലും ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നോക്കാം, കിട്ടുന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അതുപോലെ ഇതണ്ട ഞാനിപ്പോൾ കുറേ സമയമായി വെയിറ്റ് ചെയ്തിന്. ഈ പിന്നെ എന്താ വെള്ളം നിറയുന്നല്ലുണ്ടായില്ലോ നേരത്തെ വീഡിയോ എടുക്കുമ്പോൾ, വെള്ളമെല്ലാം നിറഞ്ഞ് പിന്നെ ഫിൽറ്റർ ഓണാക്കി, എന്നിട്ടും ഒരു രക്ഷയില്ല. എൻ്റെ കുളിക്കുന്നുണ്ടായില്ല. കണ്ടോ ഓരോന്ന് ഇറങ്ങി വരുന്നുണ്ടാ. ഓക്കെ, അപ്പോൾ അടുക്കട പാടാ കുളിച്ച് കുട്ടപ്പനെ ഇരിക്കുന്നുണ്ടാ. ഇതാ നമ്മുടെ കൊയ്പ്പ് കുട്ടൻ. നല്ല ടൈം ഉണ്ടാകുന്നേ, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആക്കാം. നീ എടുക്കണം, അടുക്കണം. ഇപ്പം നനവുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നല്ല ചേർത്ത് പിടിച്ച് ഉമ്മലും കൊടുക്കാം. നല്ല ക്ലീനാണെന്നുണ്ടോ, നല്ല വൃത്തിയാണ്. അതുപോലെ വേറൊരു സംഭവം കൂടി കാണിച്ചു തരണ്ടേ. നമ്മളെ വെള്ളപ്പൂച്ച പ്രസവിച്ചിട്ട് ഉണ്ടായിട്ടില്ല അന്ന് കുട്ടികളെ കാണിച്ചേ. അന്ന് നമ്മൾ വീഡിയോ കാണിച്ചു തരാം, ഈ കുട്ടീനെല്ലാം എടുത്തിട്ട് ഇടയിൽ പോയിട്ടുണ്ടായി. എന്നിട്ട് പിന്നെ രണ്ടാമത് ഇപ്പോൾ വന്ന് നമ്മളെ പിന്നെ ഫീഡിങ് റൂമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ.
അടുക്ക് ഇതുണ്ടാ, ഇത് നമ്മളെ ഒപ്റ്റിമത്തിൻ്റെ ഹൈപ്രോമാക്സ്. നമ്മൾ ആദ്യം ചെറിയ ബോട്ടിലല്ലേ നമ്മൾ നോർമലി കിട്ടൽ. ഇവരെ പരസ്യം പോലെ ആയിപ്പോയല്ലേ. ഈ ഫീഡാണ് നമ്മൾ കുറേ ആയിട്ട് കൊടുക്കുന്നത് ഒപ്റ്റിമം. കുറേ മറ്റേ കമൻറ്റും കാണാറുണ്ട്. നമ്മൾ ഫീഡ് ചെയ്യുന്ന വീഡിയോയിൽ എപ്പോഴും കാണിക്കുന്ന സമയത്ത് ഏതാ ഫുഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് ഫുഡാണ് കൊടുക്കുന്നത്. ഒന്ന് ഈ കളറിന് വേണ്ടിയിട്ടുള്ള പിന്നെ ഹൈപ്രോവും പിന്നെ വലിപ്പം വരാനുള്ള വേറൊരു ഫുഡുണ്ട് തന്നെ, അതിൻ്റെ ബ്ലൂ കളറാണ്. ഓക്കെ, ഈ 2 ഫുഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നോർമലി കൊടുക്കുന്നത് ചെറിയതല്ല, ഇത് കുറച്ച് വലുപ്പം കൂടുതലാണ്. ഞാൻ അതിൻ്റെ പെല്ലറ്റ് കാണിച്ചു തരാം. കുറച്ച് പെല്ലറ്റ് എടുത്തേ വീഡിയോയിൽ നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കേ വരും കേട്ടോ. നല്ലോണം ആവശ്യമുള്ള സാധനമാണ്. മീനിൻ്റെ ഫുഡിന് തന്നെ നല്ല അത്യാവശ്യം പൈസ പോകും കേട്ടോ. പിന്നെ നമ്മളിവിടെ വരുന്ന ഫീഡിങ്ങിന് പിന്നെ ഇപ്പോൾ എന്താ പറയുക, ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഫീഡിങ്ങെല്ലാം കൊടുക്കുന്നതുകൊണ്ട് നമുക്കത് കവറായി വരും, പ്രശ്നമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ബാക്കിൽ കത്തിക്കുന്നു. അങ്ങോട്ട് പോകാനാ, പോയിക്കോ. ഇവർക്കാ ഇങ്ങോട്ട് ഞാൻ കൊടുക്കാം. കത്തിക്കുന്നത് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടാ. വാ, ഇരുന്നടിച്ചോ. ഇതണ്ടാ. ഓക്കെ, എല്ലാവർക്കും കൊടുത്തു. ഇനിയിപ്പോൾ ഇതാണ് മീനിൻ്റെ ഫുഡ് കേട്ടോ, ഒപ്റ്റിമത്തിൻ്റെ ആ പറഞ്ഞ ഫുഡ്. ഏതാ മണമെന്നറിയോ. അപ്പോൾ കുറച്ച് ഫീഡും ചെയ്തിട്ട് തന്നെ പോവാം. അതുപോലെ നമ്മൾ ഫിൽട്രേഷനിലും കണ്ട ഇപ്പോൾ വെള്ളത്തിൻ്റെ അപ്പുറത്തേ വരാം. ചാടി നോമ്പല്ലേ, നോമ്പിന് ചാടിയിട്ട് പണിയണ്ട. നിൽക്കുന്നുണ്ട. ആ എന്താണ് എന്തോ നമ്മളിത് ഈ ഫുഡിൻ്റെ പാത്രം പോകുമ്പോൾ എല്ലാവരും വന്ന് നിൽക്കും കേട്ടോ. എന്നാ ആ കുഴപ്പമില്ല. വാ, ഈ വെള്ളത്തിൻ്റെ ക്ലാരിറ്റി ഉണ്ടോ, അത്രയും ക്ലിയറാണ്, ക്രിസ്റ്റൽ ക്ലിയറാണ് വെള്ളം. അത് നമ്മളെ ഫിൽറ്ററിൻ്റെ പ്രത്യേകതയാണ്. ഇങ്ങനെ പിടിച്ചിട്ട് കൊടുത്തു, ഇങ്ങനെ കൊടുത്തു, ഇതുപോലെ കൊടുത്തു, ഇതുപോലെ കൊടുത്തു, ഇങ്ങനെ കൊടുത്തു. രണ്ടേ വെച്ച് സ്ലോലി കൊടുത്തു, പെട്ടെന്ന് കൊടുക്കണ്ട, ഇങ്ങനെ വെച്ച് നിന്ന് ഇതുപോലെ സ്ലോലി. ഓക്കെ ഓക്കെ, ഇതാ രണ്ടേയും വെച്ച് രണ്ടേ. കൊടുത്തോ കൊടുത്തോ. ഇത് ഭയങ്കര എല്ലാവർക്കും ഒരു ഭയങ്കര സന്തോഷം കൊടുക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ വന്നവർക്കെല്ലാം എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇങ്ങനെയുണ്ടായി ഭയങ്കര രസമല്ലേ, നല്ല രസമാണ് കൊടുക്കാൻ. അതുപോലെ നമുക്ക് ഇനി പൂച്ചനെയും കൂടി കാണാം. വാ, അയ്യോ ഇതാരാ നോക്കി. റെഡ് ടെയിൽ ബോവിൻ്റെ നല്ല സൈസായി നോക്കിയേ, സൈസ് ഉണ്ടാ. ഇടയ്ക്ക് ഇതുപോലെ പുറത്തേക്കെല്ലാം ഇറക്കി വിടും കേട്ടോ. അടുന്നോ, ഓക്കെ. അയ്യോ കുഴപ്പമില്ല കുഴപ്പമില്ല. ഇത് ഫുള്ള് ഇവർക്ക് കൊടുത്തേക്കല്ലേ ഫീഡ്. ഇവർക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ അത്ഭുതമായിരിക്കും, ഇതൊന്നും ഇങ്ങനെ കിട്ടുന്നു, കയ്യിലല്ലേ കിട്ടൂ. ഇത് എപ്പോൾ ഒരു സന്തോഷം തരുന്ന സാധനം കേട്ടോ. അതുപോലെ നമ്മളെ പ്രാവിൻ്റെ വാക്സിനൊക്കെ ചെയ്ത്
ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസം കേട്ടോ. 1-2 ദിവസം ചെറിയൊരു ക്ഷീണം ഉണ്ടാവും. ഇപ്പോൾ എല്ലാ പ്രാവും ഓക്കെ ആയി. നമ്മുടെ ഫ്രിൽ ബാക്കിൽ കാണിച്ചിട്ടുണ്ട് കുറേ കാലം. ഇതാ കുറേ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സെറ്റാണ്, അടിപൊളിയല്ലേ? നല്ല പേളിമണിൻ്റെ മുടി പോലത്തെ പ്രാവ്. അതുപോലെ നമ്മൾ ജൈൻഡോസിനെല്ലാം ഞാൻ പുറത്തിറക്കി എല്ലാവരെയും കുളിപ്പിച്ചിനി. അതിൻ്റെ വൃത്തിയുണ്ടാ, നല്ല നീറ്റായിട്ടില്ലേ? അടിപൊളി. അതുപോലെ നമ്മുടെ സ്ക്വിരലില്ലേ ഞാൻ കാണിച്ചേ, കഴിഞ്ഞ ആഴ്ച വീഡിയോയിൽ കാണിച്ച സ്ക്വിരലിൻ്റെ പാരൻറ്റിനെ മറ്റേ അച്ഛനെയും മാറ്റിയിട്ട് അതുപോലെ അത് ആ കുഞ്ഞിനെ എടുത്തിട്ട് ഓടുന്നു. ഇതന്നെ ഇവൻ്റെ സ്ഥിരം പരിപാടി. കാണിച്ചിട്ടല്ല, ഞാൻ വിചാരിച്ച് ചത്തു പോകുന്നേ. ഇതാ ഒരു കുഴപ്പമില്ല കേട്ടാ, അതിനറിയാം അതിൻ്റെ കുട്ടീനെ എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത്. ഇതെടുത്തിട്ട് ഇങ്ങനെ മറ്റേ ടൂർ പോകുന്ന പോലെ കേട്ടാ, ബേബിനെയും കൊണ്ട് ഫുള്ള് നടത്താം. നമുക്ക് കാണുമ്പോൾ പേടിയാന്നല്ലേ, പക്ഷേ നിലത്തൊന്നും വീഴില്ല കേട്ടോ. സാധാരണ നമ്മുടെ നാട്ടിലണ്ണാനൊക്കെ ഇതുപോലെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയില്ലേ. അപ്പോൾ നമ്മൾ മറ്റേ അണ്ണാനുള്ള എന്താ പറയുക, നമ്മുടെ പാരൻറ്റും അതുപോലെ ഇതിൻ്റെ മൂത്ത കുട്ടിയുണ്ടല്ലോ, മൂത്ത കുട്ടി ഉള്ളതാണ് ഇതിൻ്റെ കാരണം എന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ അവർ രണ്ടാളെയും മാറ്റിയിട്ടാ. ഇവിടെ ഒറ്റയ്ക്കേ പോയി കൂട്ടിലുള്ളൂ. ഓക്കെ, കയറി. അത് സ്ട്രെസ്സൊന്നും കൊണ്ടല്ലേ, അത് വെറുതെ തന്നെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നുണ്ട്. അല്ലാണ്ട് വേറെ അവർക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ ഇട്ടപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ അതിന് സ്ട്രെസ്സായിട്ടാണ് ബ്രോ, പിന്നെ അങ്ങനെ ഇങ്ങനെ പറ്റും. അതൊന്നുമല്ല, സ്ട്രെസ് ഉണ്ടാവുമായിരിക്കും, പക്ഷേ ആൾക്കാർ വന്ന് നോക്കിയിട്ടോ ഒന്നുമല്ല. ഇപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ, എന്നാലും അവർ കുട്ടീനെ എടുത്തിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. ഇതാ നമ്മൾ അടുത്ത ആൾ മേറ്റ് ചെയ്യുന്നുണ്ടോ? ജസ്റ്റ് മിസ്, കാണാൻ പറ്റിയില്ലല്ലേ? ഇവർ പിന്നെ എനിക്ക് തോന്നുന്ന പഴയ മെഡിസിൻ്റെ എഫക്റ്റാണെന്ന് തോന്നുന്നത്. പിന്നെ ഒന്ന് ഏജുമായി, ആ കാഴ്ചയിൽ ചെറിയൊരു പ്രശ്നമുണ്ട് വഴിക്ക്. അതുപോലെ തന്നെ പിന്നെ ഏജിൻ്റെ പ്രശ്നമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ബ്രീഡാവാത്തത്. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഫീമെയിലിന് നല്ല ഏജ് ഉണ്ട്, മെയിലിന് ഏജ് കുറവാണ്. പറ്റുമെങ്കിൽ നമുക്ക് നല്ലൊരു ഫീമെയിലിനും കൂടി കിട്ടുമെങ്കിൽ സെറ്റായി. സ്ക്വിറലിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, ഒരു മെയിലുണ്ടായാൽ മതി, 3-4 ഫീമെയിൽ പോവും. അതല്ലെങ്കിൽ നമുക്ക് മറ്റേ ക്രോസ് ബ്രീഡ് ആക്കിയാലോ. അതുപോലെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ ആഴ്ച എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ കിവീൻ്റെ പിള്ളേർ അച്ഛനാരാണ്. ഇതാ കിടക്കണ അച്ഛൻ ഉറങ്ങുന്നു. ഇതാ അച്ഛൻ ഉറങ്ങുന്ന ഉറക്കം നോക്കി. ഇതാന്ന് അച്ഛൻ ഉറങ്ങാത്ത വീട്. ഊപ്പി നല്ല സ്ട്രെച്ച്. ഇത് ഏതാ ഉറക്ക്, നമ്മൾ വിളി കേട്ടപ്പോൾ അപ്പുറന്ന് ഇപ്പുറന്നെല്ലാം ആൾ വന്നു. അതുപോലെ നമ്മൾ ഏഞ്ചൽ ഇറങ്ങി വരുന്നതാണ്, നല്ല രസമാണ്. അത് ജസ്റ്റ് ഒന്ന് അടുപ്പിച്ച് സൂം ചെയ്ത് കാണിച്ചേ. അതിങ്ങനെ സ്ട്രെച്ച് ചെയ്യും. ഏഞ്ചൽ ബാമോനെ, അത് പിന്നെ സ്ട്രെച്ച് ചെയ്താ. അയ്യോ, അധികം ചെയ്തില്ല. അതാർന്ന് ചെയ്തിട്ടുണ്ട്. അത് നമ്മളത് പറയുമ്പോഴേക്കും നിർത്തിയല്ല. പൂപ്പിക്കുട്ട പോരാമോ? ബാ. ഇവന് ഞാൻ പറയുന്ന ഈ പേടിൻ്റെ കാരണം എന്താ അറിയോ? ഇപ്പോൾ കണ്ട വിചാരിക്കും നമ്മൾ ഇതൊന്നുമല്ല, ഇത് ഈ വരുന്ന ആൾക്കാർ എടുക്കുന്നത് കൊണ്ട് എപ്പോൾ എനിക്കൊരു പേടിയാണ്. പൂപ്പി പേടിച്ചിട്ടേ വരൂ. ഇങ്ങോട്ട് വാടാ. കണ്ട വിചാരിക്കും എല്ലാവരും പേടിച്ചിട്ട് വെക്കുന്നത്. ഭയങ്കര സാധനം, കള്ളൻ. മക്കളെല്ലാം കാണണ്ടേ? എല്ലാവർക്കും സുഖം തന്നെ? ട്രീറ്റ് വേണോ? ട്രീറ്റിൻ്റെ ഉസ്താദാണ്. പിന്നെ ഇവനാണ് എൻ്റെ കൂടെ രാത്രി ഞാൻ എപ്പോൾ ഇവിടെ വരുമ്പോൾ ഇതാക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ ഫുള്ളായിട്ട് നടക്കും കേട്ടോ. അതുപോലെ നല്ല ബുദ്ധിയാണ്. ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഈ വഴി കയറിയെങ്കിൽ അപ്പുറത്തേ വന്നിട്ട് അപ്പുറത്തൊന്ന് നിൽക്കും. അതുകൊണ്ട് ഇവൻ്റെ എല്ലാ റൂട്ടും എടുത്ത് അറിയാം. മെയിലായതുകൊണ്ട് നമ്മൾ എല്ലാ ഡോഗിൻ്റെ കൂടെയും ഇവിടെ, ഫീമെയിൽസാണ് ഇവിടെ എപ്പം പ്രശ്നം. ഇനി നമുക്ക് പൂച്ചക്കുട്ടിനെ കാണിച്ചു തരാം. പൂച്ചക്കുട്ടിനെ കാണാൻ പോയി അവിടെ എത്തിയില്ല. ഇതുണ്ട് നമ്മളെ ഫുഡ് പൊളിച്ചിട്ട് ഇതെല്ലാം ആകെ അത്ര ദിവസം എത്തും കേട്ടോ. ഇതാണ് നമ്മുടെ പൂച്ചൻ്റെ മക്കൾ. ഒരാളിതാ. ഇതിനെല്ലാം ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തരും കേട്ടോ. ആർക്കെങ്കിലും വളർത്താൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടെ ഉണ്ടെങ്കിലേ അപ്പോഴത്തേക്ക് നമ്മൾ പറയുമ്പോഴേക്കന്നെ ആരെങ്കിലും വന്നിട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും. കാരണം എന്താണെന്നറിയോ, നമുക്ക് ഇതാടാ, ഇത് മറ്റേൻ്റെ കുട്ടിയാണ്, 2 കുട്ടിയുണ്ട്. രണ്ട് പാരൻ്റ് ഉണ്ടേ. ഇപ്പം അന്ന് നമ്മൾ 3 കുട്ടീനെ കാണിച്ചല്ലോ. ടോട്ടൽ 6 കുട്ടിയുണ്ട്. 2 പാരൻറ്റിനും കൂടിയിട്ട് 3 കുട്ടിയുണ്ട്.
ഓക്കെ, ഒരാൾക്ക് 3 കുട്ടി. പക്ഷെ എന്താണെന്നറിയോ, രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂ, 2 പേരൻറ്റും അപ്പുറത്തിപ്പുറത്തും നോക്കൂ. കേട്ടാ, ഏതാ കളറ്? ഓക്കെ, വേറൊരു കുട്ടിയും കൂടി വേണമല്ലോ. ആ അതാ ഗ്യാപ്പിലതാ, ഞാൻ ഇരിക്കുന്നത് കാണാത്ത. ഓക്കെ, ടോട്ടൽ 6 മക്കൾ. 2 അമ്മയും എടുത്ത് തന്നെ ഉണ്ടാവും കേട്ടോ, രണ്ടാളും. പക്ഷേ ഭയങ്കര സ്നേഹമാണ്. രണ്ടാളും എന്താക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മക്കൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പാൽ കൊടുക്കും. ഒരു കുഴപ്പമില്ല കേട്ടോ. സാധാരണ ഒരുമിച്ച് തന്നെ നോക്കാം, എല്ലാവരും നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. മറ്റേ പേരൻ്റെ ഇവിടെ ഉണ്ടാവും. അടിപൊളിയല്ലേ? ഇതാ നമ്മളിവിടെ നോക്കുമ്പോഴേക്കും നമ്മളെ പിന്നെ എന്താ പറയല്, ഇതിന് 8 അടി അല്ല 1000 കാല്, 1000 കാലം എന്നല്ലേ പറയല്. ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കുമേ. എനിക്കിങ്ങനെ പിടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചിലപ്പോൾ ആൾക്കാരെന്തെങ്കിലും പറയും. അതുകൊണ്ട് ലാസ്റ്റൊക്കെ എന്നെ എടുത്ത് ആർക്കും കൊടുക്കണ്ടേ? ആമക്ക് കൊടുക്കുക. പിടിച്ചോടാ. ഓ ഫിനിഷ്. നമ്മൾ ഇടണ്ടല്ല, ഒന്നും വേസ്റ്റില്ല. എന്ന് കിട്ടിയാലും നമ്മളപ്പോൾ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കും. അവൻ്റെ വിശപ്പ് തുടങ്ങി നമ്മളെടുത്തൊരു തേളും പോയി കിട്ടി. ഓക്കെ, എല്ലാ സംഭവവും ഇങ്ങനെ തന്നെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുടെ അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ.